ഇപ്പൊ നമ്മൾ നേരത്തെ ഈ ശാസ്ത്രലോകത്തിന്റെ ഒരു അഡ്വാൻസ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ എവിടേക്കോ ഉപേക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു അസ്തിത്വമൊന്നും ഇല്ലാത്ത പല കാര്യങ്ങളും ശാസ്ത്രം ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ജ്യോതിഷവുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു ആപ്പിന്റെ പരസ്യം വല്ലാതെ അക്യുമുലേറ്റ് ആവുന്നുണ്ട് നമ്മുടെ ഫോണുകളിലൊക്കെ തന്നെ. അതിന്റെ പരസ്യം ഇല്ലാതെ നമുക്കൊരു വീഡിയോ കണ്ടു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരസ്യത്തിൻ്റെ ഒരു ഒരു ടിറ്റിലേഷൻ കൊണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ആ ആപ്പിലൊരു ₹200 കൊടുത്ത് അതിൻ്റെ ആദ്യത്തെ ഘട്ടം കടന്നു പോകാൻ പറ്റും. ആ ₹200 കൊടുക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിക്കുന്ന സാറുമാരും അല്ലെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെയുണ്ട്. എന്താ നമുക്കിപ്പോഴും ആ ഒരു അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾ ദൈവങ്ങളോടുള്ള ആ ആ ഒരു ചായ്വ് എന്താ പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്യാൻ പറ്റാത്തത്? പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്യാൻ പറ്റാത്തതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഇത്തരം ടെൻഡൻസികൾ നമുക്ക് സഹജമാണ്. ഉം. 2, ഈ സഹജമായിട്ടുള്ള ടെൻഡൻസികളെ ഓവർകം ചെയ്യാനാണ് നമ്മൾ പൊതുവെ വിദ്യാഭ്യാസം നേടുന്നത്. അത് നമ്മൾ വിദ്യാഭ്യാസ എന്ന രീതിയിലല്ല നേടുന്നത്. നമ്മളത് ജോലി നേടാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇത് 2ഉം കൂടെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നമുക്ക് കാണേണ്ടി വരുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 10, 400, 500 വർഷങ്ങൾക്കിടയിലാണ് ഡെലിബറേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം എന്നൊരു വ്യക്തത. അതിനാണ് നമ്മൾ മെത്തേഡ് ഓഫ് സയൻസ് എന്ന് വിളിക്കുന്നത്. സയൻസിൻ്റെ രീതി. അതിലൂടെ അങ്ങനെ ഒരു രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങളുടെ വേഗം കൂടിയത്. വളരെ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ നമ്മൾ നോക്കിയാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എബ്രഹാം ലിങ്കൺ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വെടിയേറ്റ് മരിക്കുന്നത്. ആ വാർത്ത ഇംഗ്ലണ്ടിൽ അറിയുന്നത് ഒരാഴ്ച കഴിഞ്ഞാണ്. ചിരപുരാതന കാലമല്ല. അല്ല. അത് അന്ന് അത്രേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ്റെ സ്പീഡ്. അവിടെ നിന്നും ഒരു ടെലിഗ്രാഫ് എന്ന് പറയുന്ന സംഗതി കമ്പിയടിച്ചെത്തുക എന്ന് പറയുന്ന ടെക്നോളജി വരാൻ എത്ര കാലം എടുത്തോ അത്രയും സമയം എടുത്തില്ല അതിൽ നിന്നും ടെലിഫോൺ വരാൻ. അത് മൊബൈൽ ഫോൺ ആകാൻ കുറച്ചുകൂടെ പെട്ടെന്ന് വന്നു. മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ആവാൻ അതിലും വേഗത്തിലായിരുന്നു. വീഡിയോ കോളൊക്കെ വന്നപ്പോൾ അപ്പം നമ്മൾ നോക്കിയാൽ സാങ്കേതിക വിദ്യയുടെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സാങ്കേതിക വിദ്യ മാത്രമല്ല, ജനറലി നമ്മളിത് കഴിഞ്ഞ വിമാനങ്ങൾ എപ്പോഴാണ് നമുക്ക് ഈ കൊമേഴ്സ്യൽ എയർലൈൻസ് ഒക്കെ വരുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. 100 കൊല്ലം പോലും ആയിട്ടില്ല. ശരിയാണ്. അപ്പം നമ്മൾ നോക്കിയാൽ ഈ നമുക്ക് ഇന്ന് വിമാനങ്ങളില്ലാത്തൊരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് വിമാനങ്ങൾ ഇപ്പോൾ ആകാശത്തുണ്ട്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ്. ആ അറിവിൻ്റെ വളർച്ചയാണ് സാങ്കേതിക വിദ്യ വളർച്ചയായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആ അറിവ് വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഗൂഗിൾ പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതായിരിക്കില്ല. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അറിയാതെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ ആ ഒരു അതൊരു ഗുണവും ദോഷമാണ്. അത് ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാ കാര്യവും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ ഈ കാര്യങ്ങളെ കണ്ടെത്തുന്ന രീതിയെ നമ്മൾ ട്രസ്റ്റിലെടുക്കേണ്ടതുണ്ട്. സയൻറ്റിഫിക് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയാലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സാധ്യമാകുന്നത് എന്ന് നമുക്കൊരു ബോധ്യം വന്ന്, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആക്ടിവിറ്റിയെ കുറച്ച് പേരെങ്കിലും സയൻറ്റിസ്റ്റുമാരാകണമെന്നും സയൻസിൽ ഗവേഷണങ്ങൾ ഉണ്ടാകണമെന്നുള്ള അറിവ് എല്ലാ മനുഷ്യർക്കും വന്നാൽ അവർ ഗവേഷണം നടത്തിയില്ലെങ്കിലും ഗവേഷണത്തിന് സമൂഹം എന്ന നിലയിൽ സപ്പോർട്ട് കൊടുക്കും. പക്ഷേ അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾക്ക് പ്രോഡക്റ്റ് വരുന്നുണ്ട്, ഇതെങ്ങനെ വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രോഡക്റ്റ് എവിടെ നിന്ന് നമുക്ക് കളഞ്ഞു കിട്ടുന്നതാണ്. ഇല്ല, നിങ്ങൾക്ക് GPS കളഞ്ഞു കിട്ടില്ല. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പണ്ട് നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാളിനെ വഴി കണ്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ വഴി ചോദിക്കുന്നത്? നമുക്കൊരു മാർഗ്ഗമില്ല. ഇന്ന് നമുക്കൊരാളെടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. ഗൂഗിൾ മാപ്പ് നമ്മളടുത്ത് പറഞ്ഞു തരികയാണ് എങ്ങോട്ട് പോകണം. നമുക്ക് വിഷ്വൽ കിട്ടും, സ്ട്രീറ്റ് വ്യൂ ഉണ്ട്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എല്ലാം കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതെങ്ങനെ സാധ്യമാണ്? സാധ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ ഗുരുത്വാകർഷണം മൂലം എങ്ങനെയാണ് പരസ്പരം ബൈൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും അതെങ്ങനെ എത്ര സ്പീഡിൽ മൂന്നാണ് അതിൻ്റെ ഓരോ ഇക്വേഷൻസ് അറിയണം. നമ്മൾ സ്കൂളിൽ പേടിയോടെ പഠിക്കുന്ന ഇക്വേഷൻസ് അറിയണം, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അറിയണം. ഇത് നമുക്കറിയില്ലായിരിക്കും, പക്ഷെ ഇത് ആർക്കും അറിയില്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാവില്ല. ഇത് വേറെ കുറെ പേർക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അത് അറിയാതെ. അതായത് നിങ്ങൾക്ക് ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയണമെന്നില്ല, പക്ഷെ ഭൂമിയിൽ ആർക്കെങ്കിലുമൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയണം, എന്നാലേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. പകരം പ്രോഡക്റ്റ് കളഞ്ഞു കിട്ടുന്നതാണ്. ഇങ്ങനെ കുറച്ച് GPS ഒരാൾക്ക് കളഞ്ഞു കിട്ടുന്നു, പ്രിന്റിംഗ് പ്രസ് ഒരാൾക്ക് കളഞ്ഞു കിട്ടുന്നു, ഫോൺ ഒരാൾക്ക് കളഞ്ഞു കിട്ടുന്നു. അങ്ങനെയല്ല, ആ ഒരു അവയർനെസ് നമുക്ക് വന്നിട്ടില്ല. ഈ ശാസ്ത്രത്തെ അറിയേണ്ടതും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ സംസാരിക്കുന്നു. നമ്മൾ നടക്കാനുള്ളൊരു കാരണം, നമ്മൾ ഭൂമിയിൽ കാല് വെച്ച് നടന്നു പോകുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷന് വലിയ പങ്കുണ്ട്. കാരണം നമ്മൾ ബാക്കിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, നമ്മൾ മുന്നിലേക്കാണ് പോകുന്നത്. അതുപോലെ നീന്തുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്നു. അപ്പം ഓഫീസിലെ വേറെ ഒരാളിനോട് ചോദിച്ചു, ഇതിപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് നമുക്കെന്തിനാ?
അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു കാരണം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. പക്ഷെ ഇത് പലപ്പോഴും ഒന്നില്ലെങ്കിൽ നമ്മളിത് പറയുമ്പോൾ നമ്മളെന്തോ ഭയങ്കര ബുദ്ധിമാനായിട്ട് ഇവരങ്ങ് പ്രതിഷ്ഠിച്ച് വെക്കും. 2 അതിനോട് വല്ലാത്തൊരു അവജ്ഞതയോടുകൂടി നമ്മളെ മാറ്റുകയും ചെയ്യും. ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നത്? എന്താ നമ്മൾ ശരിക്കും അറിയേണ്ടതും നമ്മളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സയന്റിഫിക് പ്രിൻസിപ്പിൾ. പക്ഷെ ഇതറിയാനൊരു താല്പര്യമില്ല മനുഷ്യന്. അതെന്താ അത്? അത് അറിയുന്നതിന് കുറച്ച് എഫർട്ട് ഉണ്ട്. ആ. നമ്മൾ പരമാവധി നമ്മുടെ മസ്തിഷ്കം കുറച്ച് ഉപയോഗിക്കാനാണ് ശ്രമിക്കുക. കാരണം മസ്തിഷ്കം അത്യാവശ്യം ഊർജം ചെലവാക്കുന്ന ഒരു ഏരിയ. അവയവമാണ്. അപ്പോൾ മനുഷ്യൻ്റെ എന്നല്ല, ലോകത്തെ എല്ലാ ജീവികളുടെയും സ്വാഭാവിക പ്രവണത എനർജി എക്സ്പെൻഡിച്ചർ കുറച്ച് വെക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യന് മാത്രമേ ഉള്ളൂ സുലഭമായിട്ട് ഇങ്ങനെ എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. ബയോളജിക്കലി നിങ്ങൾക്ക് ജീവിക്കാനുള്ള എനർജി എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പോൾ ആ എനർജി ഇപ്പോൾ പല ജീവികളും പല രീതിയിലാണ് എനർജി ഡിറൈവ് ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണത്തിലൂടെയാണ് ഈ എനർജി ഉണ്ടാക്കിയെടുക്കുന്നത്. അത് തന്നെ ഇപ്പോൾ സസ്യഭുക്കുകളായിട്ടുള്ള ജീവികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കഴിക്കുന്നത് പ്ലാന്റ് ആയതുകൊണ്ട് പ്രോട്ടീൻ അതിൻ്റെ അളവ് അതിൽ കുറവാണ്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കണം ഇത്. അപ്പോൾ അവർ ഒരുപാട് ഭക്ഷണം കഴിക്കണം. സസ്യഭുക്കുകളായിട്ടുള്ള ജീവികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. മാംസഭുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും കഴിക്കണ്ട, അവർ കുറച്ച് കഴിച്ചിട്ട് പിന്നെ റെസ്റ്റാണ്. പക്ഷേ ബേസിക്കലി എന്താ ചെയ്യുന്നത്? അവരെല്ലാവരും ആ എനർജിയാണ്. ഈ റെസ്റ്റ് എന്തിനാ? ആ എനർജി അവർ പിടിച്ചെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരുപാട് എക്സ്പെൻഡിച്ചർ ഒഴിവാക്കുക. അപ്പം ഓടിയാൽ കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പുണ്ടെങ്കിൽ ഒരു മാനിൻ്റെ പുറകെ ഒരു കടുവ ഓടും. അതെ. അല്ലെങ്കിൽ അത് കിതച്ചു പോകും. അത് കിതച്ച് കഴിഞ്ഞാൽ അതിന് റെസ്റ്റ് എടുത്ത് പിന്നെ വെള്ളം കുടിക്കാൻ പറ്റണമെന്നില്ല, ചത്തുപോകും. അപ്പം അതുകൊണ്ട് ഓരോ ജീവിക്കും അതിൻ്റെതായ ഒരു എനർജി മിനിമൈസേഷൻ എന്ന് പറയുന്നൊരു പർപ്പസ് നമുക്കും അതുണ്ട് ബയോളജിക്കലി. പക്ഷെ നമുക്ക് എത്ര വേണമെങ്കിലും എനർജി കൺസ്യൂം ചെയ്യാനുള്ള സാങ്കേതികത നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും നമ്മൾക്ക് തന്നെ പോഷക സമൃദ്ധമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണങ്ങൾ ഇത് മറ്റു ജീവികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, നമ്മളിത് ചെയ്യുന്നതാണ്. പക്ഷെ അപ്പോഴും ബയോളജിക്കലി നമ്മളിത് കുറയ്ക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലൊന്നും ഇത് എന്തിനാണ് എന്ന് പഠിപ്പിക്കുന്നില്ലല്ലോ. നമ്മളിതൊരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ എന്തോ പണി എടുത്താലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, അതിന് വേണ്ടിയുള്ള പണി. നമ്മൾ ചാനലിലൊക്കെ പൊതുവെ ഈ ഡെയർ ഷോ ഒക്കെ ചെയ്യുമ്പം കുറേ ടാസ്ക് ഒക്കെ കൊടുക്കും. ഈ ടാസ്ക് എന്തിനാ ചെയ്യുന്നതെന്ന് ആരും ചോദിക്കത്തില്ല. കാരണം ഈ ടാസ്ക് ചെയ്താലേ പ്രൈസ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ആ അവസാനം കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് കുട്ടികൾക്ക് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത്. പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഇക്കാലത്ത് ഒരുപോലെയാണ്. നമ്മൾ എഡ്യൂക്കേഷൻ എന്തിനാണെന്നുള്ളതാണ് നമ്മുടെ ധാരണ. അത് വലിയ പ്രശ്നം പിടിച്ചൊരു ധാരണയാണ്. അവിടെ അത് മാറാതെ ഈ പ്രശ്നം അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അതിനെ ഏത് രീതിയിൽ കൊണ്ടുവന്നാൽ അതിനൊരു മാറ്റം ഗ്രാസ് റൂട്ട് ലെവലിൽ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 3 ഇഡിയറ്റ്സ് എന്നുള്ള ഒരു സിനിമയുടെ അകത്ത് അദ്ദേഹം ഒരു സ്കൂൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അമീർ ഖാൻ്റെ ക്യാരക്ടർ ഐവൻസിംഗ് ബാംഗ്ലൂർ ഒരു സ്കൂൾ സെറ്റ് ഉണ്ട്. അതിൽ എല്ലാം കുട്ടികളെ പ്രാക്ടീസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു മെഷീൻ വർക്കായിട്ട് ഒരു എൻജിൻ വർക്കായിട്ട് ആ എൻജിനിൽ നിന്നുള്ള പവർ എടുത്തിട്ട് ആ കൈനറ്റിക് എനർജി മാറ്റുന്ന പവർ എടുത്തിട്ട് ഒരു ഷീപ്പിൻ്റെ വൂള് ട്രിം ചെയ്തെടുക്കുന്നു, അത് വേറെ പ്രൊഡക്റ്റ് ആവുന്നു. അത് കുട്ടികൾ ചെയ്ത് ശീലം ആവുമ്പോൾ അത് പഠിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. ആ രീതി അവലംബിച്ചാലാണോ നമുക്ക് സാധിക്കുക? എങ്ങനെ ഇതിനെ കുട്ടികളെ കുറച്ചുകൂടി അവര് ജീവിക്കുന്ന അവര് അറിയേണ്ട ലോകത്തെ കുറച്ചുകൂടി അറിയിക്കാൻ, അങ്ങനെ വളർത്താൻ എങ്ങനെയാ സാധിക്കുക? ഒന്ന്, നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ ഇത്തരം എക്സ്പീരിയൻസുകളിലൂടെ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യിക്കാം. അതിന് കുറേ ഡ്രോബാക്ക് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പീരിയൻസിലൂടെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സിനിമയുടെ പർപ്പസിനോ അല്ലെങ്കിൽ ഒക്കെ ചെറിയ ക്ലാസ്സുകൾ കുട്ടികളെ എഡ്യൂക്കേഷനിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞ പർപ്പസിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും എഡ്യൂക്കേഷന് മൊത്തത്തിൽ ആ ഒരു ഫോമിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അത് പല വിഷയങ്ങൾക്കും മാത്തമാറ്റിക്സ് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ മാത്തമാറ്റിക്സ് പഠിക്കാതെ ഈ സാങ്കേതിക ടെക്നോളജികളും ഒന്നും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ പറ്റുകയില്ല. രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കൂൾ കാലത്തിനുള്ളിൽ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളുടെ ഒരു അളവ് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുക്കുക സാധ്യമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നമുക്ക് വേണ്ടത് ഈ പഠിക്കേണ്ടത് എന്തിനെന്നുള്ളൊരു ഐഡിയ നമുക്ക് എല്ലാവർക്കും വേണം. കുട്ടികൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ LKG UKG പഠിക്കുന്ന ഒരു കുട്ടി നമ്മൾ എഴുത്ത് പഠിപ്പിക്കുകയാണല്ലോ. ഈ എഴുതുന്നതിൻ്റെ ഗുണം നിങ്ങൾ എങ്ങനെയാണ് കുട്ടിയെ കൺവിൻസ് ചെയ്യുന്നത്? ആ പ്രായത്തിൽ എങ്ങനെ പറ്റുക? നിങ്ങൾ എഴുതി പഠിച്ചു തുടങ്ങുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമാണല്ലോ. എഴുതിയതുകൊണ്ടുള്ള ഗുണം നിങ്ങൾ ആ കുട്ടിയെ എങ്ങനെ കൺവിൻസ് ചെയ്യും? കൺവിൻസിംഗ് ആയിട്ട് പറയാൻ പറ്റുമോ കുട്ടിയെടുത്ത്? ഇത് എഴുതിയാലുള്ള ഗുണം, ഇത് ഇത്ര എഴുതിയാൽ ഞാനൊരു മിഠായി തരാമെന്ന് പറഞ്ഞു വേണമെങ്കിൽ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. പക്ഷെ ഇതെന്തിനാണെന്നുള്ളത് അയാളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ശരി, എഴുതി കഴിഞ്ഞാൽ കളിക്കാൻ വിടും, അങ്ങനെയൊക്കെയാണല്ലോ പറയാ. അതേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടിയുടെ ലെവലിൽ അത് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്.
നമ്മൾക്കൊരു കൺവിക്ഷൻ ഉണ്ട് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്. അത് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിലുള്ള പല പ്രശ്നങ്ങളിൽ ചില പരിമിതികളെക്കുറിച്ചാണ്. ഇങ്ങനെ ഒരു പരിമിതികളുണ്ട് അതിനകത്ത്. അപ്പോൾ എല്ലാ വിഷയവും ഒരുപോലെ. പക്ഷേ ആ കുട്ടിയെ നമ്മൾ സ്ട്രെസ്സിലാക്കാതെ, അത് നമുക്കിന്ന് അറിയാവുന്ന കാര്യമാണ്. ഉം. നിങ്ങൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ, ആങ്ഷ്യസ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോസസ്സിങ് കട്ടാവും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അവിടെ ടെൻഷൻ അടുപ്പിച്ച് നിങ്ങൾക്ക് ഒരു കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കാൻ പറ്റില്ല. മെമ്മറൈസ് ചെയ്യിക്കാൻ പറ്റുമായിരിക്കും. ഉം. ആ കുട്ടിയുടെ ലേണിംഗ് ആയിട്ട് അത് മാറില്ല. അങ്ങനെയുള്ള ആസ്പെക്റ്റുകൾ നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷേ എല്ലാം നമുക്ക് ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കാമെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമുള്ളതാണ്. സിനിമയിലും വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് രസമെന്ന് തോന്നുമെങ്കിൽ അത് പ്രായോഗികമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഡയമെൻഷൻസ് ഉള്ളതാണ്. ഉം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വലിയൊരു ഫിസിക്സിലെ ഒരു വലിയ സിദ്ധാന്തം ഉണ്ടാക്കി അതിലൂടെ ഒരു സാങ്കേതിക വിദ്യ വരണമെങ്കിൽ ഉം. നിങ്ങൾ എടുത്ത് പഠിച്ചിട്ട് വേണേൽ തുടങ്ങാൻ പറ്റുള്ളൂ. അതെ. അത് എഴുതാനും വായിക്കാനും പഠിച്ചേ പറ്റുള്ളൂ. ആ എഴുതാനും വായിക്കാനും പഠിക്കുന്നത് ഈ വലിയൊരു നോളജ് വേൾഡിലേക്കുള്ളൊരു ആക്സസ് ആണെന്നും ലാംഗ്വേജ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യപ്പെടുന്ന ഐഡിയയിൽ വളരെ ഇൻ്റഗ്രൽ പാർട്ടാണെന്നൊക്കെ ഉള്ള ഐഡിയ നമുക്ക് വേണം ആദ്യം. ഉം. എന്നിട്ട് വേണം നമ്മൾ കുട്ടികളെ എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ധാരണ നമ്മൾ ഉറപ്പിക്കാൻ.